Amen. Praise the Lord. Hallelujah. മർക്കോസിന്റെ സുവിശേഷം ആധാരമാക്കിയുള്ള ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. मरकुस से सुसमाचार से ये सुबह की जो वचन है इसमें आप सबका स्वागत है. കഴിഞ്ഞ ദിവസം നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് കർത്താവാകുന്ന യേശുവിന്റെ ശുശ്രൂഷയിൽ കുരുടനാകുന്ന ഒരു മനുഷ്യനെ അവിടുന്ന് സൗഖ്യമാക്കുന്ന ആ സംഭവമാണ് നാം ചിന്തിച്ചത്. पिछले दिन मरकुस के सुसमाचार उसके 8वां अध्याय से एक अंधे व्यक्ति का चंगाई के बारे में हमने सोचा. അവിടെ നിന്ന് ഒരു സെക്കൻഡ് ടച്ച്, വീണ്ടും യേശു നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നലെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. और यीशु मसीह और एक बार हमें छूना चाहता है, एक सेकंड टच हमारे जीवन में देना चाहता है. इसके बारे में हमने वचन से पढ़ा. ആ സംഭവം നമുക്ക് 8-ാമത്തെ അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. उस बात को हम मरकुस के सुसमाचार 8:22 से दे सकते हैं. ബത്സയിദയിലാണ് ആ സംഭവം നടക്കുന്നത്. കഫർനഹൂമിൽ നിന്ന് അല്പം ദൂരമുള്ള ഒരു ബത്സയിദ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ, ആ സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. ബത്സയിദയിൽ നിന്നാണ് പത്രോസ്, യോഹന്നാൻ ഇവരൊക്കെ ബത്സയിദക്കാരായിരുന്നു. और ये जो बात है चंगाई, वो बत्सैदा नामक गांव में होता है जो कफरनहूम के करीब है. और बत्सैदा के रहने वाले थे पत्रस, यूहन्ना, ये लोग. അതിനുശേഷമായിട്ട് നമുക്ക് 27 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു, യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരിയയ്ക്ക് അടുത്തു ഊരുകളിലേക്ക് പോയി. और उसके 27वें पद से हम देख सकते हैं कि यीशु मसीह कैसरिया फिलिपिया नामक गांव के पास में जाता है. ഈ സ്ഥലം എന്ന് പറയുന്നത് ബത്സയിദയിൽ നിന്ന്, കൈസരിയ എന്ന് പറയുമ്പോഴത്തേക്കും സിസേറിയ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 25 മൈലോളം ബത്സയിദയിൽ നിന്നുണ്ട്. അത് വടക്ക് ഭാഗത്താണ്. और कम से कम ये जगह है कैसरिया जो है वो बत्सैदा से कम 25 मील की दूरी है. ആ ഭാഗത്ത് മൗണ്ട് ഹെർമോനിൽ നിന്നാണ് ഈ ഗലീല കടലിന്റെ ഒരു സ്രോതസ്. മൗണ്ട് ഹെർമോനിലെ മഞ്ഞ് ഉരുകുമ്പോൾ ഉള്ള വെള്ളം അത് ഗലീല കടലിലേക്കാണ് വരുന്നത്. और ये जगह में जो पर्वत हर्मोन है, जो गलीली जो झील है, वहाँ पे जो पानी आता है, ये माउंट हर्मोन के जो हिम होता है वो पिघल कर पानी होकर ये झील में वो पानी आता है. ആ മൗണ്ട് ഹർമോന്റെ ആ ഭാഗങ്ങളോട് ചേർന്നാണ് ഈ സിസേറിയ എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തിന് ഇന്നും ആ പട്ടണത്തിന്റെ ശേഷിപ്പുകളുണ്ട്. ബാനിയാസ് എന്നാണ് ഇന്നത്തെ ആധുനികമാകുന്ന പേര്. और ये जो सिसरिया नामक जो गांव है, ये माउंट हर्मोन के नजदीक की जगह है. वो उसका जो आज भी उसका पुराना भाग हम देख सकते हैं, जिसको सिसरिया. ആ ഭാഗങ്ങളിലേക്ക് യേശു പോകുവാൻ തീരുമാനിക്കുന്നു. അവിടുത്തെ ശിഷ്യന്മാരുമായി ഒരുമിച്ച്. ആ ഭാഗങ്ങളിൽ പല ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ബത്സയിദയിൽ നിന്ന് വടക്കോട്ട് യേശു യാത്ര ചെയ്ത് അനേകം ഗ്രാമങ്ങളിൽ അവിടുന്ന് സുസമാചാർ, സുവിശേഷം അറിയിക്കുവാൻ യേശു തയ്യാറാകുന്നു. और यीशु मसीह इन सब जगहों में, ये सब जो गांव है सिसरिया के गांव में जाना चाहते हैं कि वहां के लोगों को सुसमाचार सुनाएं. ഈ യാത്രയുടെ ഇടയിൽ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. और ये यात्रा के बीच में अपने चेलों के साथ यीशु मसीह वार्तालाप करता है. ഈ അധ്യായങ്ങളിൽ നമുക്കറിയാം, 8-ാമത്തെ അധ്യായത്തിൽ ദൽമനൂദയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പരീശന്മാർ യേശുവിനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और इस 8वें अध्याय में हमने देखा कि जब यीशु मसीह दलमनूद गया, वहां के जो शास्त्री लोगों ने यीशु मसीह को तिरस्कार किया. അതിനു മുൻപുള്ള അധ്യായങ്ങൾ 7-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും ഒക്കെ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായിട്ട് അനേകർ എഴുന്നേൽക്കുന്നുണ്ട്. और 6वें अध्याय 7वें अध्याय ये सब में देखते हैं कई लोग ऐसे उठे जो यीशु मसीह की सेवकाई के विरुद्ध बोलते थे. 7-ാമത്തെ അധ്യായത്തിൽ യെരുശലേമിൽ നിന്ന് 300 കിലോമീറ്റർ നടന്നു വന്ന് പരീശന്മാരും ന്യായശാസ്ത്രിമാരും യേശുവിന്റെ കുറ്റം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചു. और 7वें अध्याय में हमने देखा कि यरूशलेम जो बहुत ही दूर था, वहां से लोग चल कर आकर वहां के शास्त्री और फरीसी लोग यीशु मसीह से प्रश्न करता है. എന്നാൽ അവർക്ക് കുറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അവര് ശിഷ്യന്മാര് കൈ കഴുകുന്നില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതാണ് അവരുടെ കുറ്റം കണ്ടെത്തിയത്. അതിനെ ചൊല്ലിയും അവർ ആരോപണം ഉന്നയിച്ചു.
और उनको यीशु मसीह या उनके चेलों के बीच में कोई गलती नहीं देखा। उन्होंने अंत में ये देखा कि उनके चेले हाथ धोकर खाते नहीं, इतना छोटा सा गलती को दिखाया। അപ്പൊ ഇതിന്റെ എല്ലാം നടുവിൽ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അവിടുന്ന് ആരാണ്? എല്ലാവരും ചോദിക്കുന്നു, യേശു ആരാണ്? तो ये सब के बीच में एक प्रश्न उठता है कि यीशु मसीह कौन है। യേശുവിൻ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ആ സമൂഹം നൂറുകണക്കിന് വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ആ സമൂഹത്തിൽ അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. यीशु मसीह जो काम कर रहा था वो समाज में कितने सालों से 100 सालों से नहीं हुआ बात, अचंबा काम उस समाज में हो रहा था। യഹൂദന്മാരുടെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യഹൂദന്മാരെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു, അത്ഭുതങ്ങൾ കണ്ടവരാണ്, അത്ഭുതങ്ങളാൽ വിടുവിക്കപ്പെട്ടവരാണ്. और यहूदी लोग उनके इतिहास लेते हैं तो वो जो चमत्कार है विश्वास करने वाले लोग हैं, क्योंकि उन्होंने अपने आंखों से चमत्कारों को देखा है। അതാണ് ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ഗ്രീക്കുകാരും യഹൂദന്മാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം യവനായന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സമൂഹങ്ങൾ അവർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. എന്നാൽ യഹൂദന്മാര് അത്ഭുതം കണ്ടവരാണ്, അവർ അടയാളവും അത്ഭുതവും അന്വേഷിക്കുന്നവരുമാണ്. और बाइबल में हम साफ तरीके से देख सकते हैं यूनानी लोग और यहूदी लोग के अंदर यही अंतर है। जो यूनानी लोग हैं वो बुद्धि में सोचते हैं, वो उनको परिणाम की जरूरत है, लेकिन जो यहूदी लोग हैं वो चमत्कार पर विश्वास करने वाले लोग हैं। യേശുവിന്റെ കൈകളാൽ നടക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദന്മാരുടെ നടുവിൽ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. और यहूदियों के बीच में जो चमत्कार अभी हो रहा था वो कम से कम 100 साल के बाद उनके बीच में ऐसा चमत्कार हो रहा है। അതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ട്, ഇവൻ ആരാകുന്നു? ഈ യേശു ആരാകുന്നു? ഈ ഒരു ഭരണാധികാരിയാണോ? യഹൂദന്മാർക്ക് പ്രതീക്ഷയുണ്ട് മശിഹയെ കുറിച്ച്, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നു ഇത് മശിഹയാണോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഉയരുന്ന സന്ദർഭത്തിലാണ് യേശു തന്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നത്. और उन सब के अंदर ऐसा प्रश्न था कि ये कौन है, यीशु मसीह कौन है। सबके अंदर ये जानने की बहुत इच्छा थी। इसके बीच में यीशु मसीह अपने चेलों से पूछता है। 27ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. और उसके 27वें पद में हम देख सकते हैं यीशु मसीह अपने चेले से पूछता है कि लोग मैं कौन हूं कर कहता है। അതിന്റെ അർത്ഥം പൊതുജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെ സംസാരങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് യേശുവിന് ഒത്തിരി അറിവില്ല. इसका अर्थ है कि यीशु मसीह को ये मालूम नहीं साधारण लोग यीशु मसीह के बारे में क्या बोल रहे हैं। അതുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ ആർ എന്ന് പറയുന്നു, എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു. उसने अपने चेलों से यीशु मसीह पूछता है लोग क्या कहते हैं, मैं कौन हूं। ശിഷ്യന്മാർ പറയാൻ തുടങ്ങി. ചിലര് പറയുന്നു, ജനങ്ങളുടെ ഇടയിൽ ചിലർ പറയുന്നു അങ്ങ് യോഹന്നാൻ സ്നാപകനാകുന്നു, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാകുന്നു എന്ന് ചിലർ പറയുന്നു. तब चेले लोग ने यीशु मसीह से कहा कि कुछ लोग कहते हैं कि आप यूहन्ना बपतिस्मा देने वाला है जो मृत्यु को मुंह से जी उठा है। ഹെരോദാവ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു, യോഹന്നാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റതാകുന്നു യേശു എന്ന്. യോഹന്നാനെ കൊന്നത് ഹെരോദാവാണ്. എന്നാൽ അതിനുശേഷം യേശുവിൽ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചുള്ള വർത്തമാനം ഹെരോദാവ് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണ്. और हेरोदा भी ऐसा कह रहा था जब यीशु के द्वारा दिखाया गया चमत्कार को जब उसने सुना, तब उसने कहा कि हो सकता है यूहन्ना जी उठा हो। ആ സമയത്ത് അത് സമൂഹത്തിൽ ഒരു സംഭാഷണമായി എന്നത് വ്യക്തമാണ്. അതല്ലേ ഒരു ഭരണാധികാരി പറയുന്നത് യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണ് എന്ന്. तो वो जो समाज में ऐसे बातचीत हो रहा था इसका साबित करता है कि वहां के राजा भी इस प्रकार का सोच को बोल रहा है। ചിലർ പറയുന്നു, ഇവർ ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, ചിലർ പറയുന്നു അങ്ങ് ഏലിയാവാകുന്നു എന്ന്. और चेलों ने कहा कि कोई कहते कि आप एलिया है। പ്രവാചകന്മാരുടെ ഗണത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏലിയാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്.
और यहूदियों के बीच में प्रवाचक के बीच में एलिया को बहुत ही वो बड़ा मानते हैं। മാത്രമല്ല അവരുടെ സമൂഹത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, സമാപന നാളുകളാകുമ്പോൾ ഏലിയാവ് വരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. और उस समाज में ऐसा वो विश्वास भी करते हैं कि अंतिम समय में एलिया आएगा, കാരണം ഏലിയാവ് ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാകുന്നുവല്ലോ. क्योंकि एलिया जो है शरीर के साथ ही स्वर्ग में उठा लिया गया അതിനാൽ था। ഏലിയാവ് മടങ്ങി വരുമെന്നൊരു വിശ്വാസം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. इसलिए यहूदी ये विश्वास करते हैं कि एलिया वापस आएगा। യോഹന്നാനെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ പറയുകയാണ്, മറ്റു ചിലർ പറയുന്നത് അങ്ങ് പ്രവാചകന്മാരിൽ ഒരുത്തനാകുന്നു. और एलिया के बारे में, यूहन्ना के बारे में बताया। उसके बाद चेलों ने कहा कि कुछ लोग ऐसे भी कहते हैं कि आप नबियों में से एक हैं। അപ്പോൾ വളരെ വ്യക്തമാകുന്നു, ജനത്തിന് യേശുവിനെ മനസ്സിലായില്ല. तो इससे साफ तरीके से हम देख सकते हैं कि जो समाज के जो लोग हैं उनको ये समझ नहीं आ रहा था कि यीशु मसीह कौन है। യേശുവിനെ യോഹന്നാൻ സ്നാപകനോട് താരതമ്യപ്പെടുത്തുന്നത് അർത്ഥരഹിതമാകുന്ന ഒരു കാര്യമാണ്. यीशु को यूहन्ना के साथ बराबर करना, उसमें कोई अर्थ नहीं है। അവിടുന്ന് മനുഷ്യകുല രക്ഷകനും മാനവകുല സൃഷ്ടിതാവും പ്രപഞ്ച സൃഷ്ടിതാവുമാകുന്ന വലിയവനാകുന്ന ദൈവമാകുന്നു. അപ്പോൾ ജനത്തിന് യേശുവിനെ മനസ്സിലായില്ല. यीशु मसीह जो संसार का उद्धार करता है, लोगों के पापों से छुड़ाने वाले को, ये लोगों को समझ में नहीं आ रहा था। ആമേൻ. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിന്റെ അരികിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഭാഗികമായിട്ട് മാത്രമേ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. हमारे जीवन में भी कई बार जब हम यीशु मसीह के पास आते हैं, हम पूरे रीति से यीशु मसीह कौन है करके समझ नहीं पाते। അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടുന്നത്, നമ്മൾ സംശയിക്കുന്നത്. इसलिए कई बार हम व्याकुल होते हैं, हमारे अंदर शक होता है। എന്റെ ജീവിതം എന്തായി തീരുമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ആവർത്തിച്ച് വരാറുണ്ടോ? आपके जीवन में क्या ऐसा कोई सोच आता है कि मेरा जीवन में क्या होगा? അങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമാകുന്ന ഒരു സന്ദേശമാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഇതുവരെയും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. अगर आप ऐसे बातों को बार बार सोचते हैं तो ये प्रकट करता है कि आपको अभी तक यीशु मसीह कौन है कर अच्छी तरीके से मालूम नहीं है। നിങ്ങളുടെ രക്ഷകൻ ആരാകുന്നു, നിങ്ങളിൽ വസിക്കുന്നത് ആരാകുന്നു എന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. आपको किसने छुड़ाया, आपका छुड़ाने वाला उद्धारकर्ता कौन है, अगर आपके अंदर इसके सही रीति में आपको समझ है तो आप कभी अपने जीवन के लिए व्याकुल नहीं होंगे। 29ാമത്തെ വാക്യത്തിൽ മർക്കോസ് 8:29 യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? और 29वां पद में यीशु मसीह अपने चेलों से कहता है, परंतु तुम क्या कहते हो, मैं कौन हूं? അവര് വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ഇത് പത്രോസാണ് നടത്തുന്ന പ്രസ്താവന, പത്രോസാണ് ഈ പ്രസ്താവന നടത്തുന്നത്. അവര് യേശുവിനോട് പറയുകയാണ്, അങ്ങ് ക്രിസ്തു ആകുന്നു, അങ്ങയെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. तब हम देख सकते हैं कि मत्ती के सुसमाचार में हम साफ तरीके से देख सकते हैं कि पत्रोस ने ये कहा कि तुम मसीह हो। യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്, മശിഹയാണ്. और यहूदी जो लोग हैं वो भी मसीहा के इंतजार में था। അവരുടെ രക്ഷകനായി മശിഹ വരുമെന്നുള്ളത് പഴയ നിയമ പ്രവചനമാകുന്നു. और उनका मसीहा आएगा कर पुराने नियम का वाचा है, वायदा है उनके लिए। അവര് അത് കാത്തിരിക്കുന്നവരാണ്. ആമേൻ. ഇപ്പോൾ ഇതാ ശിഷ്യന്മാർക്ക് അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അവർക്ക് മനസ്സിലായി, ആമേൻ, മനുഷ്യ കുലരക്ഷകനാകുന്ന യഹൂദന്മാരുടെ രക്ഷകനാകുന്ന ക്രിസ്തു അങ്ങാകുന്നു. और जो लोग यहूदी लोग जिस बात के इंतजार में था कि यीशु मसीह जो मसीहा के इंतजार में था, अभी चेले लोग को ये समझ में आ गया कि यीशु मसीह ही मसीहा है। യേശു അവരോട് പറയുകയാണ്, ഇത് ആരോടും പറയരുത്. यीशु मसीह उनसे कहता है, तुम ये बात किसी से ना कहना। അന്നത്തെ സമൂഹത്തിൽ ക്രിസ്തു വരുന്നു എന്ന് പറയുമ്പോൾ അവർ കേവലം ഒരു രാഷ്ട്രീയമാകുന്ന സ്വാതന്ത്ര്യം, ഭൗമികമാകുന്ന ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് അവർ സ്വപ്നം കാണുന്നത്. और जब वो मसीहा के बारे में उस समय के लोग जब सोचते थे,
उनको यही उनकी एक सपना था, या वो ऐसे सोचते थे कि उनको राजकीय तौर पर स्वतंत्रता मिलेगा। ആ സമയത്ത് അവർ യഹൂദന്മാരായ യഹൂദ ദേശം എന്ന് പറയുന്നത് റോമൻ ഭരണത്തിന്റെ കീഴിലാകുന്നു. उस समय जो यहूदा के लोग हैं वो रोमी सरकारी के अधीन में था. അതവർക്ക് ആവർത്തിച്ച് സംഭവിച്ച ഈ അടിമത്വം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ കീഴിലായിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ആവർത്തിച്ച് സംഭവിച്ച ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം അവര് മിസ്രൈമില് ആയിരുന്ന സന്ദർഭത്തിൽ മിസ്രൈമ്യർക്ക് അടിമകളായിരുന്നു. और ये जो यहूदी लोगों के जीवन में दासत्व जो है उनके जीवन में बार बार आ रहा था. पहले वो मिस्र का दास था. അവര് ഇസ്രയേല് മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കനാൻ ദേശത്ത് എത്തിയതിനു ശേഷവും ആവർത്തിച്ച് ചിലപ്പോൾ ഫെലിസ്ത്യരോ മിദ്യാന്യരോ ഒക്കെ അവരെ കീഴ്പ്പെടുത്തുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और वो जब कनान देश में पहुंचा उसके बावजूद भी कई बार हम बाइबल में देख सकते हैं कि वो फिलिस्ती लोग और मिद्यान लोगों के दासत्व में आया. പിന്നെ അവർ ബാബിലോണിൽ അടിമകളായിട്ട് പോയി, അസീറിയയിൽ അടിമകളായിട്ട് പോയി. और उसके बाद वो बाबिलोन में और असीरिया ये सब में दासत्व में गया. മടങ്ങി വന്നതിന് ശേഷം യവനായർക്ക് അടിമകളായി തീർന്നു ഒരു കാലഘട്ടത്തിൽ. और वो वापस वहां से आकर रोमियो के जो यूनानी लोगों के दासत्व में था. യേശു വന്ന സമയത്ത് ഇവര് റോമാക്കാർക്ക് അടിമകളായിരിക്കും. और यीशु मसीह जब आया तब ये रोमियो के अधीनता में था. മശിഹ എന്ന് കേൾക്കുമ്പോൾ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ അടിമത്വം എല്ലാം പോയതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം മടക്കി ലഭിക്കും, ഞങ്ങൾക്കൊരു രാഷ്ട്രീയമാകുന്ന സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് അവര് സ്വപ്നം കാണുന്നവരാണ്. और जब वो सुनते हैं उनके अंदर ऐसा सपना था, जो मसीहा ऐसा राजा होगा जो हमें दासत्व से छुटकारा देगा. എന്നാൽ യേശുവിന് അറിയാം അവിടുന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവരെ രാഷ്ട്രീയമായി സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയല്ല, മനുഷ്യകുലത്തെ മുഴുവൻ ആത്മിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി ഒരു യാഗമായി തീരുവാനാണ് യേശു വന്നിരിക്കുന്നത്. लेकिन यीशु मसीह को मालूम है कि मसीहा वो जो आया है उसका जो कर्तव्य ये है कि पूरे मानव कुल को पाप से मुक्ति दे, पाप से रक्षा दे. वो था उसका पहला उद्देश्य. ഇപ്പോ ഈ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു, അങ്ങ് ക്രിസ്തുവാകുന്നു എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ, अभी जब चेले कहते हैं कि हमें आप कौन है कर मालूम हो गया, आप मसीहा के कर मालूम हो गया, जब बोलते हैं ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയോ? क्या सच में उनको मसीहा कौन है कर उनको समझ में आया? അവിടുന്ന് ആ വരവിൽ, ഒന്നാമത്തെ വരവിൽ, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ആ സമയത്ത് അവിടുന്ന് എന്തിനു വന്നു എന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. उस यीशु मसीह के जो पहले आगमन में क्या उद्देश्य था, किस कारण वो उस धरती पर आया, उस बात को चेले लोग भी पहले समझ नहीं पाए. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം അങ്ങ് ക്രിസ്തു ആകുന്നു എന്ന്. उन लोग ने बोला कि आप मसीहा है कर എന്നാൽ എന്തിന് ക്രിസ്തു വന്നു എന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല എന്ന് അടുത്ത വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. लेकिन यीशु मसीह मसीहा के रूप में क्यों आया ये उनको समझ में नहीं आया. ये व्यक्त करता है नीचे लिखे हुए वचनों में. കാരണം യേശു പറഞ്ഞു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സഹിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സഹിക്കാനും മൂപ്പന്മാരാലും മഹാപുരോഹിതന്മാരാലും തള്ളിക്കളഞ്ഞിട്ട് കൊല്ലപ്പെടുവാൻ വേണ്ടിയാണ്, മരിക്കുവാൻ വേണ്ടിയാണ്, യാഗമായി തീരുവാൻ വേണ്ടിയാണ് മശിഹ വന്നിരിക്കുന്നത്, ക്രിസ്തു വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞപ്പോൾ, जब यीशु मसीह ने कहा कि मनुष्य के पुत्र बहुत दुख उठाएंगे, प्राचीन महाजान और शास्त्रियों के द्वारा मार दिया जाएगा, ये सब को जब कहा, അപ്പൊ യേശു പറയുന്നത് ഇതാണ്, യേശു ക്രിസ്തു ഇപ്പോൾ വന്നിരിക്കുന്നത് ഭരിക്കാൻ വേണ്ടിയല്ല, സഹിക്കാൻ വേണ്ടിയാണ്, മരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ, जब यीशु मसीह ये कहता है कि अभी जो मसीहा आया है वो राज करने के लिए नहीं बल्कि दुख उठाने के लिए, सहने के लिए आया है, जब इस बात को बोला, മൂന്നാം നാൾ അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ, और तीसरे दिन जी उठने के लिए जब ऐसा बोला, പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറയുകയാണ് അത് നിനക്ക് സംഭവിക്കരുത്. പത്രോസ് യേശുവിനെ ശാസിക്കുകയാണ്.
हम देख सकते हैं कि पत्रोस यीशु मसीह को अलग जगह पर ले जाकर कहता है कि ऐसा आपके जीवन में नहीं होना है, कर कर यीशु मसीह से वो छिकड़ने लगता है। നീ സഹിക്കുകയോ മരിക്കുകയോ ഒന്നും വേണ്ട, നീ ഭരിക്കണം. तो पत्रोस ऐसा कह रहा है कि आपको सहन करने की जरूरत नहीं है, आपको मरने की जरूरत नहीं है, आपको तो राज्य करना है। അതാണ് പത്രോസ് പറയുന്നത്, അങ്ങ് ഭരിക്കേണ്ട വ്യക്തിയാകുന്നു, അങ്ങ് ക്രിസ്തുവാകുന്നു. तो पत्रोस का कहने का अर्थ यह है कि देखो आपको राज्य करना है, आपको मरना नहीं है। യേശു പത്രോസിനെ നോക്കിയിട്ട് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞു. लेकिन यीशु मसीह पत्रोस को देखकर कहता है कि हे शैतान तू मुझसे दूर हो जा। പത്രോസ് പറയുന്ന ഒരു നല്ല കാര്യമല്ലേ? आप सोचिए पत्रोस तो बहुत अच्छा बात बोल रहा है। മാനുഷികമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ പത്രോസ് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നും. और मानसिक रीति से हम देखेंगे तो हमें लगेगा कि पत्रोस ने जो बात कहा वो सही कहा। എന്നാൽ യേശുവിന് പത്രോസിനെ നോക്കിയിട്ട് യാതൊരു നിലയിലും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ പറയുന്നത് സാത്താന്റെ ഭാഷയാണ്, നീ പറയുന്നത് സാത്താന്റെ ആശയമാണ്, സാത്താനെ എന്നെ വിട്ടുപോ. लेकिन यीशु मसीह ने पत्रोस के मुंह में देखकर कहा कि हे शैतान तू जो बोल रहा है वो शैतान की इच्छा है, इसलिए मुझे छोड़कर दूर जा। വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളും അഭിപ്രായങ്ങളും പറയുമ്പോൾ അത് ചിലപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമായിരിക്കുകയില്ല. हमें बहुत ही सावधान रहना है। हमें अपनी परिस्थिति को देखकर अपने मन से हम बहुत कुछ बोलते हैं, हो सकता है वो परमेश्वर की इच्छा ना हो। പത്രോസ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ നിത്യതയുമായുള്ള ബന്ധത്തിലുള്ള വലിയൊരു പദ്ധതിക്ക് വിരോധമാകുന്ന കാര്യമാണ്. पत्रोस जो यहाँ बोलता है वो परमेश्वर की बड़ी योजना के विरुद्ध एक बात बोल रहा है। യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യകുലത്തിനു വേണ്ടി മുഴുവൻ യാഗമായി തീരുവാൻ വേണ്ടി, മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. यीशु इस संसार में आया कि पूरे मानव कुल के लिए वो एक याग की तरह वो अपने जीवन को दे दे, इसके कारण यीशु मसीह इस भूमि पर आया। നിശ്ചയമായിട്ടും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ അത്ഭുതങ്ങൾക്ക് വേണ്ടിയോ രോഗികളെ സൗഖ്യമാക്കുകയോ അതൊന്നും ആയിരുന്നില്ല യേശുവിന്റെ പ്രഥമമാകുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്. ये सच बात है कि यीशु मसीह जब इस पृथ्वी पर था बीमारियों को चंगा किया, बड़े बड़े अचंबा काम किया, लेकिन यीशु मसीह का इस धरती पर आने का सबसे मुख्य जो उद्देश्य ये कुछ नहीं था। ഒറ്റ വാക്കിൽ യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി നമുക്ക് പറയാൻ കഴിയും? अगर आपसे प्रश्न करते हैं एक शब्द में आप बोलो कि यीशु मसीह इस धरती पर क्यों आया, तो आपका उत्तर क्या होगा? മനുഷ്യന് വേണ്ടി യാഗമാകാൻ വേണ്ടി വന്നു, മനുഷ്യന് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നു. मनुष्य के लिए, मानव कुल के लिए ये याग की तरह आया, एक बलिदान की तरह आया, मनुष्य के लिए मरने के लिए आया। നമ്മുടെ വ്യക്തിപരമാകുന്ന സാഹചര്യം അല്ലെങ്കിൽ വ്യക്തിപരമാകുന്ന ആ അനുഭവമായുള്ള ബന്ധത്തിൽ നമ്മൾ ചോദിക്കണം, യേശു എന്തിന് ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കാൻ, എനിക്ക് പകരക്കാരനാകുവാൻ വേണ്ടി യേശു വന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയും. आपकी परिस्थितियों के बीच में अगर आप ऐसे पूछते हैं कि यीशु मसीह इस धरती पर क्यों आया, तो आप इस प्रकार से बोल सकते हैं कि मेरे लिए यीशु मसीह आया कि वो मेरे लिए मरे। ഈ നല്ല പ്രഭാതത്തിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായതുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രൻ, മകൻ എന്നുള്ള പദവിയിൽ നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ये सुबह हमें ये सोचना है कि यीशु मसीह हमारे बदले उसने वो मृत्यु को सह लिया, इसलिए आज हम आप परमेश्वर की संतान कहलाए जाते हैं। എത്ര നന്ദിയുള്ളവരായിരിക്കണം. हमें कितना धन्यवादित रहना है। ഈ ഭൂമിയിലുള്ളതൊന്നും നമുക്ക് ഇനിയിപ്പോൾ ഈ ഭൂമിയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമാകുന്ന ഒരു കാര്യങ്ങളും നടന്നില്ല എങ്കിൽ പോലും യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അനന്ത ഭാവികാല നിത്യത മുഴുവൻ നിങ്ങൾ ആ കർത്താവിനാൽ വിജയം രക്ഷ പ്രാപിച്ചവരാകും. अगर आपके जीवन में बड़े बड़े चमत्कार ना हो, फिर भी आपको ये समझना है कि यीशु मसीह ने जो आपके जीवन में किया है वो अनंत काल के लिए है, वो हर दम बना रहेगा। ആമേൻ. അത് ഓർക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം മുഴുവൻ സ്തോത്രം പറഞ്ഞാൽ, നന്ദി പറഞ്ഞാൽ, സ്തോത്രം പറഞ്ഞാൽ തീരുകയില്ല. ഇതിന് ശേഷം ആമേൻ അനന്ത ഭാവികാലം നിത്യത മുഴുവൻ സ്തോത്രം പറഞ്ഞാൽ തീരുകയില്ല. അത്രമാത്രം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം.
अगर ऐसा एक व्यक्ति सोचता है तो उसका जीवन भर वो परमेश्वर को धन्यवाद करते ही रहेगा, अनंत काल में भी वो परमेश्वर को धन्यवाद करते ही रहेगा, क्योंकि इतना बड़ा काम परमेश्वर ने, यीशु मसीह ने हमारे जीवन के लिए किया है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹാരക്ഷയെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम मिलकर प्रार्थना करें। परमेश्वर ने हमें दिया हुआ ये बड़ी रक्षा को सोचते हृदय से धन्यवाद देते हुए परमेश्वर की स्तुति करें। പരിശുദ്ധ പിതാവേ, ഈ നല്ല പ്രഭാതം നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. स्वर्गीय पिता, ये सुंदर सुबह के वक्त के लिए धन्यवाद, आपके प्रिय जनों के लिए प्रार्थना करते हैं। അങ്ങയുടെ ദിവ്യമാകുന്ന ആശീർവാദങ്ങളാൽ നിറയ്ക്കണമേ. ഈ ദിവസം അവർക്കൊരു വിജയമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु आपकी आशीषों से उन्हें भर दीजिए। आज का दिन प्रभु उनको बड़े एक विजय का दिन बनाए। പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ അന്യഭാഷയിൽ സംസാരിക്കുക. जो अन्य भाषा में प्रभु ने आपको दिया है, अन्य भाषा में प्रार्थना करते परमेश्वर की स्तुति करें। സകതൽ ബക്കനി അവതർ വിഗാനാകുസ്മേതിനി അജ്ല ബഹതര ദാഖസ്മിനി അജലബിനോ ഹുർതുമിന ഹിസ്ഗദുൽ വർഖുസ്നി യതബരദഗൽകര റുസഗൽ ബരഗദുന ജൈലതുർ മഹന്ദർ ദിഗസ്കതുർ ദോവിഷിനി അതഗല ബറുബതന ദിഗൽകര ദുവസിന്ദന ദിഗൽകര രഥബന ധരദഗൽ മനദിഗർഥന ദിഗൽകര അജോര ബഗദിനി അജോര ബഗദനി അജോര ബഗദനി ദിഗൽകര ദഗർഥന. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിന്റെ സ്പർശനം വരുന്ന ഈ നിമിഷത്തിൽ തന്നെ രോഗികളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. प्रभु आपकी जो स्पर्श इनके जीवन में आ रहा है, प्रभु जो लोग बीमार है इसी वक्त वो चंगा हो जाए यीशु के नाम से। ജോലിയില്ലാത്തവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. जिनके पास नौकरी नहीं है प्रभु आप उनके लिए दरवाजे खोल दे प्रभु। സാമ്പത്തിക ക്ലേശത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി കർത്താവേ വഴികളെ തുറന്നു കൊടുക്കണമേ. പുതിയ അവസരങ്ങളെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. जो आर्थिक जरूरी में प्रभु आप उनके लिए रास्तों को खोल दे प्रभु, उनकी जरूरतों को पूरा करें। അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. आपकी बड़ी चमत्कार आप इनके जीवन में कर रहे, इसलिए धन्यवाद। ഞങ്ങളുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. आपके जन को पिता पुत्र पवित्र आत्मा के नाम से आशीष देते हुए प्रार्थना करते हैं, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ജീസസ് റെയിൻസ് റേഡിയോ ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആമേൻ, ദയവായിട്ട് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക. 24 മണിക്കൂറും ആമേൻ സന്ദേശങ്ങൾ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുണ്ട്. और अगर अभी तक आपने जीसस रेन्स रेडियो डाउनलोड नहीं किया है तो आप अपने ऐप स्टोर प्ले स्टोर में जाकर उसको डाउनलोड कर सकते हैं। आपके दोस्त लोग को भी उसके बारे में बताएं।